ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിനുള്ള കുറച്ച് എക്സസൈസുകളാണ്. അപ്പം മിക്കവാറും വീട്ടമ്മമാർക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ കഴുത്ത് വേദന എന്ന് പറയുന്നത്. അപ്പം അസഹ്യമായിട്ടുള്ള കഴുത്ത് വേദനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കഴുത്ത് വേദനയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് ആവശ്യമാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കഴുത്തിലെ മസിലുകൾക്ക് ആരോഗ്യമുണ്ടാക്കാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എക്സസൈസുകൾ. അപ്പോൾ ഇത് ചെയ്യുന്ന വഴി നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന വേദനയൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് വാമപ്പുകൾ ചെയ്യാം ആദ്യം, ഈ ഒരു കഴുത്തിന്റെ മസിൽസുകളെ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതേ കണക്കിരിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ ഇരുന്നതിന് ശേഷം നമുക്ക് പതുക്കെ ഇങ്ങനെ ചെയ്യാം. 1, പതുക്കെ ഇങ്ങനെ നിങ്ങൾക്ക് സൈഡിലോട്ട് ഇതേപോലെ ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഒരു 10 എണ്ണം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ മുകളിലോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളൊരു 10 പ്രാവശ്യം ചെയ്യുക. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇതേ കണക്ക് നിങ്ങളൊരു 10 എണ്ണം ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോകാം. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് പതുക്കെ ഇതേ കണക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തല ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് നിങ്ങൾക്ക് താണ്ട മുകളിലോട്ട്, നിങ്ങളുടെ ദൃഷ്ടി കണക്ക് മുകളിലോട്ടായിരിക്കണം ഇതേ കണക്ക്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതേപോലെ നിങ്ങൾ ഒരു 10 എണ്ണം ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് സൈഡിലോട്ട് നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാം. നെക്കിനെ ഇത് കണക്ക് സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം. ഇതേപോലെ 1, 2, 3, 4, 5. ഇതിനകത്ത് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ ചെയ്യുന്ന വഴിക്ക് നിങ്ങളുടെ ഷോൾഡർ ഉയർത്തി കൊടുക്കരുത്. ഓക്കെ, ഷോൾഡർ റിലാക്സ് ആയിട്ട് തന്നെ താഴോട്ട് തന്നെ ഇട്ടേക്കുക. ഇങ്ങനെ നെക്ക് വരുന്നതനുസരിച്ച് ചിലർ ഷോൾഡർ ഇങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ നമ്മുടെ ഷോൾഡർ നമ്മൾ സാധാരണ റിലാക്സ് ചെയ്യുക. ശേഷം ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ഒരു 10 എണ്ണം ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത വ്യായാമത്തിലോട്ട് പോകും. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ കഴുത്തിലെ മസിലുകൾക്ക് നല്ല ഗുണമാണ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ വേദനയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ട്രെച്ചിങ് ആണ്. അപ്പം സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്ക് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ തല നിങ്ങളുടെ നെക്ക് ഭാഗം ഇതേ കണക്ക് സൈഡിലോട്ട് ഇതേ കണക്കൊന്ന് ബെൻഡ് ചെയ്യുക. ഇതേപോലെ ഓക്കെ, ഇതേ കണക്കൊന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തൻ്റെ ഈ കൈ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതേ കണക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നൈസ്, ഇതേപോലെ ഒരുപാടൊന്നും പിടിച്ചങ്ങ് താത്ത് കൊടുക്കരുത്. ഓക്കെ, ഇത് കണക്കൊരു സ്ട്രെച്ചിങ്, നമുക്കിവിടെ ഒരു പെയിൻ അനുഭവപ്പെടും. ഇവിടെ നല്ല സ്ട്രെച്ചിങ് ആണ്. ഈ ഒരു ഭാഗത്തെ സൈഡ് വശത്തെ കഴുത്തിൻ്റെ സൈഡ് വശത്തെ മസിൽസിന് നല്ല ഒരു ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. വെരി നൈസ്. ഓക്കെ, അതിനുശേഷം
നിങ്ങൾ പതുക്കെ അടുത്ത സൈഡിലോട്ട് ഇതേ കണക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്ക് സ്ട്രെച്ച് ഇവിടെ ആയിരിക്കും. ഓക്കെ, കഴുത്തിന്റെ ഈ സൈഡ് വശത്തെ മസിൽസ് ആയിരിക്കും, ആ ഒരു ഭാഗമായിരിക്കും നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നത്. അപ്പം ഒരു 10 സെക്കൻഡ് ഇത് കണക്ക് വീണ്ടും. നിങ്ങൾ ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കഴുത്ത് വേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങളൊരു 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതേ കണക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുവരിക. ഇതേപോലെ 10 സെക്കൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. വീണ്ടും അടുത്ത സൈഡിൽ ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 3 പ്രാവശ്യം ചെയ്യുക. അപ്പം അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഈ കഴുത്ത് ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദൃഷ്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഭാഗത്തോട്ടായിരിക്കണം. നിങ്ങളുടെ നോട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ നെക്ക് ഇതേ കണക്ക് താഴോട്ട് കൊണ്ടുവരിക ഇങ്ങനെ. അതിനുശേഷം ഈ കൈ പതുക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേ കണക്ക് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഈ കൈ പതുക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തോട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്, ഈ ഒരു ഭാഗത്തോട്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ കഴുത്തിന്റെ ഈ ഒരു ബാക്ക് വശത്ത് ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഓക്കെ, 10 സെക്കൻഡ് ഇതേ കണക്ക് ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡ് അതേപോലെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത വശത്തോട്ട് ഇതേ കണക്ക് സൈഡിലോട്ട് ഇതേ കണക്ക് ഈ ഒരു ദിശയിലോട്ട് നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം ഈ കൈ ഇവിടെ വെക്കുക. ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് സ്ട്രെച്ച്. കഴുത്തിന്റെ ബാക്ക് വശത്ത് നല്ല സ്ട്രെച്ചിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നുണ്ട്. ഇതേപോലെ ഓക്കെ, വീണ്ടും അടുത്ത സൈഡിലോട്ട്. അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, 3 പ്രാവശ്യം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഒരു 5 മിനിറ്റ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ഏതാണെന്ന് നോക്കാം. ഇനി ഒരു വ്യായാമം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്കിരിക്കാം. ഓക്കെ, ഇതേ കണക്കിരുന്നതിന് ശേഷം നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇതേ കണക്കിരുന്നതിന് ശേഷം 1 2 3 4 5 ഇത് കണക്കൊരു 5 എണ്ണം നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം തിരിച്ചു 1 2 3 4 5 ഇത് കണക്ക് ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ഒരു മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ ഈ ഒരു വ്യായാമം സഹായിക്കും. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പം ഞാൻ ആദ്യം പറയുന്നത് കാരണം നിങ്ങൾക്ക് വിട്ടുമാറാത്ത അസഹ്യമായ രീതിയിലുള്ള വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഇത് കണക്കുള്ള എക്സസൈസൊക്കെ അതിൻ്റെയോടൊപ്പം ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുവിധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യായാമം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കഴുത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ മിക്കവാറും നമ്മുടെ ജീവിത ശൈലികളിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ കുനിഞ്ഞൊക്കെയുള്ള ഇങ്ങനെയൊക്കെ ഇരുന്നുള്ള ജോലികൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ കഴുത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്ട്രെച്ചിങ്ങുകളും വ്യായാമങ്ങളുമാണ് കാണിച്ചു തന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.